നല്ലവനും വല്ലഭനുമായ ത്രിയേക ദൈവത്തിന് നമ്മുടെ കൂടിവരവിലൂടെയും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ഉള്ള ക്രിസ്തീയ വന്ദനങ്ങളെയും സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. ഒരു പുതിയ ആഴ്ച നമുക്കൊരുമിച്ച് കർത്തൃപാദങ്ങളിലേക്ക് അടുത്തു വരുവാനായി ദൈവം നൽകിയല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചു. പ്രത്യേകിച്ച് ഇന്നലത്തെ സഭായോഗങ്ങളിലൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് കർത്താവിൽ ആശിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. ലവോദിക്കിയ സഭയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിന്റെ ബുദ്ധിപദേശങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതേ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയവും കൂടെ അവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയും. അതായത് യേശു ഈ സഭയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ആകട്ടെ, വാത്സല്യമാകട്ടെ, തികച്ചും ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും കാതലായ കാര്യം സ്നേഹം എന്നുള്ളത് തന്നെയാണ്. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. കർത്താവ് നമുക്ക് തന്ന പുതിയ കൽപ്പന നമുക്കറിയാമല്ലോ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് തന്നെ. അഥവാ സ്നേഹം എന്നതാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ പുതിയ കൽപ്പന. സ്നേഹം. ഒരുപക്ഷെ അതുവരെ ഭക്തന്മാരെന്ന് പറയുന്നവർക്കും അനുഭവിപ്പാൻ കഴിയാതിരുന്ന ഒരനുഭവമായിരുന്നു സ്നേഹം. യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമൊക്കെ എത്ര ആഴത്തിലുള്ളതായിരുന്നു. യോഹന്നാനെ തന്നെ നോക്കിയാൽ യേശുവിന്റെ മാറോട് പറ്റിയിരിക്കുന്ന, ചാരിയിരിക്കുന്ന ഒരു ശിഷ്യൻ. എല്ലായ്പ്പോഴും ഗുരുവിനോട് കൂടെ നടക്കുന്ന ഒരു ശിഷ്യവൃന്ദം. കൊച്ചു കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പോലും നമുക്കറിയാം, യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. മരണവീടുകളിൽ പോയി വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ കേവല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക മാത്രമായിരുന്നില്ല, മരിച്ചവരെ ഉയർപ്പിച്ച് അവർക്ക് തിരികെ കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ശരീരഭാഗങ്ങളിൽ അഴുകി ഇറുന്നു വീഴുന്ന കുഷ്ഠരോഗികളെ യേശു അരികെ വരുത്തി, അല്ലെങ്കിൽ അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ തൊട്ട് സൗഖ്യമാക്കി.
ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു ആൾ രൂപമായി നമുക്ക് യേശുവിനെ കാണാം. തിരുവെഴുത്ത് പറയുന്നു, ആ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പരസ്യമായി ആ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തി. അതിൻ്റെ പാരമ്യമാണ്, ക്ലൈമാക്സ് ആണ് നാം ക്രൂശിൽ കാണുന്നത്. സ്തോത്രം. വെറും അത്ഭുതം ചെയ്യുന്നതിലല്ല ദൈവം സ്നേഹം വെളിപ്പെടുത്തിയത്. പക്ഷേ എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു പ്രായശ്ചിത്തമായി മരിച്ചു. അതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും സുന്ദരമായി പ്രദർശിപ്പിക്കപ്പെടുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും 2 വാക്യങ്ങൾ അതിനോട് ചേർത്ത് വായിക്കാം. 1 യോഹന്നാൻ 4:9-10. 1 യോഹന്നാൻ, 1 John 4:9 and 10. വായിച്ചോളെ ജോഷന. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സ്തോത്രം. സാക്ഷാൽ സ്നേഹം എന്തെന്നും അതിൻ്റെ പ്രദർശനം എന്തെന്നും എങ്ങനെയെന്നും ഈ 2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആൾ രൂപമായി യേശു ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു. യേശുവിൻ്റെ ആളത്വത്തിലും ഇൻ പേഴ്സണാലിറ്റി, യേശുവിൻ്റെ ജീവിതത്തിലും കൂടെ ദൈവം സ്നേഹത്തെ വെളിപ്പെടുത്തി. എന്നാൽ അതിൻ്റെ ഏറ്റവും ഉച്ചകോടി ക്രൂശിലാണ് കാണുന്നത്. പാപികളായ സകല മനുഷ്യർക്കും വേണ്ടി യേശു പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപികളോട് വേർപെട്ടവൻ, ഒരിക്കൽ പോലും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരാഞ്ഞവൻ, ഒരിക്കലും പാപയാഗം കഴിക്കുവാൻ ആവശ്യം ഇല്ലാതിരുന്നവൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുമായതുകൊണ്ടാണ് വിശദമാക്കാതെ ഞാൻ പറഞ്ഞങ്ങ് വിട്ടത്. ആ ദൈവപുത്രൻ ക്രൂശിൽ മരിക്കുന്നു. ആർക്ക് വേണ്ടി? ഏറ്റവും നീചനായ പാപിക്ക് വേണ്ടി വരെ. ലോകം ആരെയാണോ ഏറ്റവും ഹീനനും നീചനുമായ പാപിയായി കാണുന്നത്, അവനു വേണ്ടി വരെ യേശു ക്രൂശിൽ മരിച്ചതിലൂടെ ദൈവത്തിൻ്റെ സാക്ഷാൽ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിലാണ് ദൈവം തൻ്റെ സ്നേഹത്തെ ഏറ്റവും വലുതായിട്ട് പ്രദർശിപ്പിച്ചത്. ആ യേശുവാണ് നമുക്ക് പുതിയ കൽപ്പന എന്ന നിലയിൽ തന്നത്. നാം അന്യോന്യം സ്നേഹിക്കണം, അല്ലെങ്കിൽ സ്നേഹം എന്ന ഒരു പുതിയ കൽപ്പന. പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കളെ ദൈവം സ്നേഹിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നൊക്കെ ഉള്ളതുണ്ട്. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ച്, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു. ഇതൊക്കെ നാം കാണുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം
കാൽവരി ക്രൂശിൽ യേശുവിലൂടെയാണ്. ആ ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹത്തിന്റെ തുടർച്ചയാണ് ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിലും നാം പിന്നെയും കാണുന്നത്. സ്തോത്രം. God's love compels God to pursue even the backslidden sinner. പിന്മാറ്റക്കാരനായ പാപിയെ പിന്തുടരുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. സ്തോത്രം. പിന്മാറ്റക്കാരനായ പാപിയെ പിന്തുടരുവാൻ ദൈവത്തെ പോലും നിർബന്ധിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അതാണ് നാം ലവോദിക്കയുള്ള ബന്ധത്തിൽ കാണുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം ദൈവത്തിന്റെ ഈ ഏറ്റവും വലിയ സ്നേഹത്തെ തിരിച്ചറിയാതിരിക്കുന്നതും തിരിച്ചറിഞ്ഞിട്ടും തള്ളിക്കളയുന്നതും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുന്നതുമാണ്. ആർക്കും വിയോജിപ്പ് കാണില്ലെന്ന് കരുതുന്നു. The severest of all sins, the key sin is nothing else but being ignorant of this great love of God, despising or rejecting willfully this love of God, and being unable to love him in return with a love greater than all other loves. പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഏറ്റവും വലിയ പാപമായി നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. The key words of the Bible, the golden words of the Bible. ബൈബിളിലെ സുവർണ വാക്യമെന്നും താക്കോൽ വാക്യമെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന വാക്യം, അത് ദൈവ സ്നേഹത്തെ കുറിച്ച്. അതിന്റെ 17ഉം 18ഉം 19ഉം വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. നേരത്തെ നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ വായിക്കുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്തത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യോഹന്നാൻ 3:16 ദൈവസ്നേഹത്തിന്റെ വെളിപ്പാടിനോട് ചേർത്ത് അതിനനുബന്ധമായി പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചത്, പ്രായശ്ചിത്തമായി തന്റെ രക്തം ചിന്തിയത് ലോകത്തെ കുറ്റം വിധിക്കുവാനുമല്ല, ന്യായം വിധിക്കുവാനുമല്ല. 2 വിധികളുണ്ട്.
കുറ്റം വിധിക്കുക, ന്യായവിധിക്കുക. ന്യായവിധി ശിക്ഷയാണ്. കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റം, അവരുടെ മേൽ കുറ്റം ആരോപിക്കുക. ഇതിനു വേണ്ടി, രണ്ടിനും വേണ്ടിയല്ല ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. കുറ്റം വിധിക്കാനുമല്ല, ന്യായം വിധിക്കുവാനുമല്ല. പകരം ആ ക്രിസ്തുവിലൂടെ ലോകം രക്ഷിക്കപ്പെടുവാന്, കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെടുക. ഇതാണ് രക്ഷ. പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നുമുള്ള വിമോചനം, രക്ഷിക്കപ്പെടാൻ. പക്ഷേ മനുഷ്യർ എന്താ ചെയ്തത്? വെളിച്ചം ലോകത്തിലേക്ക് വന്നെങ്കിലും, ദൈവം ലോകത്തെ സ്നേഹിച്ചെങ്കിലും, മനുഷ്യർ മനഃപൂർവം ഇഷ്ടപ്പെട്ടത് ഇരുളിനെ സ്നേഹിക്കുവാനാണ്, പാപത്തിൽ തന്നെ തുടരുവാനാണ്, അന്ധകാരത്തിന്റെ അധിപതിക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനാണ്. വെളിച്ചങ്ങളുടെ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം മൊത്തമായിട്ട്. അതാണ് മനുഷ്യകുലത്തിന്റെ പാപം. അപ്പോൾ എന്താ? Being ignorant about this love demonstrated publicly and rejecting this love and not loving this Lord in return. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ 3 വശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയധികം വില കൊടുത്ത് മനുഷ്യരോടുള്ള തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച ദൈവം, പക്ഷേ മനുഷ്യർ പലരും ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് അജ്ഞരാണ്, അറിയുന്നില്ല. അവർ ഇന്നും അജ്ഞരായിരിക്കുവാൻ ഒരു കാരണം നമ്മളാണ്, പ്രധാന കാരണം നമ്മളാണ്. ഇവരെ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ സഭ ഈ ദൗത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സഭയ്ക്കൊരു വലിയ ദൗത്യമുണ്ട് 4 ഭിത്തികൾക്ക് പുറത്ത്. അത് കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല, സുവിശേഷം അറിയിക്കുക കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ദൈവസ്നേഹത്തിന്റെ സന്ദേശമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, സ്നേഹിക്കുന്നു, മേലിലും സ്നേഹിക്കും, സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മാനവജാതിയെ അറിയിക്കുക നാം ഓരോരുത്തരുടെയും ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്, കടമയാണ്, അവകാശമാണ്. അതിൽ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ട് ലോകം ഈ സ്നേഹത്തെ അറിയുന്നില്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഇഗ്നോറന്റ് അബൌട്ട് ദിസ് ലവ്. അറിഞ്ഞവരിൽ തന്നെ നല്ല ശതമാനം എന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു, തള്ളിക്കളയുന്നു, റിജക്റ്റ് ചെയ്യുന്നു ദൈവത്തിന്റെ സ്നേഹത്തെ. 3, ഈ ദൈവസ്നേഹത്തെ സ്വീകരിച്ചവരിൽ തന്നെ നല്ല ശതമാനം പേരും അർഹമായ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. ഇവിടെ ലവോദിക്ക സഭയുടെയും പ്രശ്നം എന്താ? They have shut their door unto the Lord. It may be in ignorance,
that Christ is standing outside and Christ has left their congregation. Maybe due to ignorance. ഒരുപക്ഷേ ലവോദിക്യ സഭ യേശുക്രിസ്തുവിന് നേരെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാകാം, അജ്ഞതയിലാകാം. യേശു ഇറങ്ങിപ്പോയതും അറിഞ്ഞില്ല, ഇപ്പോൾ ഇല്ലാതിരിക്കുന്നെന്നുള്ളതും അറിയുന്നില്ല, വാതിലിൽ മുട്ടുന്നതും അറിയുന്നില്ല. ലവോദിക്യ സഭ അറിയാതിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ: യേശു ഇറങ്ങിപ്പോയതറിഞ്ഞില്ല, സഭയിൽ നിന്നും ഇറങ്ങിപ്പോയതറിഞ്ഞില്ല. 2, ഇപ്പോൾ യേശു ഉണ്ടോ? ഇല്ല, അവരോട് കൂടെ യേശു ഇല്ല. അപ്പോൾ യേശുവിന്റെ അസാന്നിധ്യവും അവർ അറിയുന്നില്ല. അറിഞ്ഞില്ല. യേശുവിന്റെ അസാന്നിധ്യത്തെ കുറിച്ചും അവർ ബോധവാന്മാരല്ല. 3, മുട്ടുന്നതും അറിയുന്നില്ല. മുട്ടിക്കൊണ്ടേയിരിക്കുക യേശു കർത്താവ്. മുട്ടുന്നതും അറിയുന്നില്ല. കുറഞ്ഞ പക്ഷം ഈ 3 അജ്ഞത. അവര് നഗ്നരാണെന്നും ഒന്നും അറിയാത്തത് നമ്മൾ നേരത്തെ ചിന്തിച്ചു, അത് ആവർത്തിക്കുന്നില്ല. ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തു പറഞ്ഞ കാര്യത്തെയാണ് നമ്മൾ ഇവിടെ ഒന്നും കൂടെ നോക്കുന്നത്. സ്തോത്രം. അതായത് അജ്ഞത, ഇഗ്നോറൻസ്. ലവോദിക്യ സഭയുടെ അറിവില്ലായ്മ, അജ്ഞത. 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. യേശു എപ്പോൾ അവരുടെ സഭ വിട്ടുപോയി, എന്തായിരുന്നു അതിന് കാരണം അറിഞ്ഞില്ല. ഇപ്പോൾ യേശു സഭയിൽ ഇല്ല, എന്നിട്ടും അവർക്കത് അറിഞ്ഞുകൂടാ. പുറത്തു നിന്ന്, വാതിലിൽ നിന്ന് മുട്ടുകയാണ് അകത്തേക്ക് കയറാൻ. അതും അവരറിയുന്നില്ല. പക്ഷേ ഈ അജ്ഞത അവർക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭകരമാകുമോ? പ്രയോജനകരമാകുമോ? ഇല്ല. അവരുടെ അജ്ഞത അതിനെ പാപമല്ലാതാക്കുന്നില്ല, ശിക്ഷ കുറയ്ക്കുന്നില്ല. അവർ ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ അവർ ഇത് 3 അറിയേണ്ടിയിരുന്നു, ഇല്ലേ? യേശു ഇറങ്ങിപ്പോയപ്പോൾ അവർ അറിയേണ്ടിയിരുന്നു യേശു ഇറങ്ങിപ്പോവുകയാണെന്ന്. നമ്മളുടെയൊക്കെ കൂട്ട് പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കത്തില്ല യേശു ഇറങ്ങിപ്പോയത്. നമ്മളൊക്കെ അങ്ങനല്ലേ? നമ്മുടെയൊക്കെ സഭകളില് ഒന്ന് പുറത്തു പോകാനിരിക്കും. എപ്പോഴാ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചിരിക്കുമ്പം ഇറങ്ങിപ്പോവും. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പം സ്റ്റേജിൽ ഉൾപ്പെടെ അതുവരെ ഉണ്ടായിരുന്ന പലരെയും കാണത്തില്ല. ഇതുപോലെ എല്ലാവരും കണ്ണടച്ചിരുന്നപ്പോഴായിരിക്കുമോ യേശു കട്ടിറങ്ങിപ്പോയതായിരിക്കും? ഒരിക്കലും അല്ല. പരസ്യമായിട്ടാണ് യേശു ഇറങ്ങിപ്പോയിട്ടുള്ളത്. പക്ഷേ യേശുവിൻ്റെ അസാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർ വീണുപോയിരുന്നു. They were supposed to know when Christ was leaving their church, but they didn't.
സ്തോത്രം. അജ്ഞത ഒരിക്കലും പാപത്തിന്റെ ശിക്ഷയെ ലഘൂകരിക്കുന്നില്ല. അറിയാതെ ചെയ്ത പാപം, അതുകൊണ്ട് ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ? ഇല്ല. നമ്മൾ പറയാറുണ്ട്, കർത്താവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ. സ്തോത്രം. അപ്പോൾ ഈ 3 അജ്ഞതകൾ, യേശു ഇറങ്ങിപ്പോയതും ഇപ്പോൾ യേശു ഇല്ലെന്നുള്ളതും, പുറത്തു നിന്ന് യേശു അകത്തേക്ക് വരാൻ വേണ്ടി വാതിലിൽ മുട്ടുന്നു എന്നുള്ളതും അറിയാതെ ഇരിക്കുന്ന, വളരെ ഭീകരമായ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലവോദിക്യ സഭയെ എന്നിട്ടും കർത്താവ് സ്നേഹിക്കുന്നു. അതിൽ നിന്ന് നമുക്കൊരു പാഠവും കൂടെ ലഭിക്കുന്നത്, നാം അറിയാതെയും ദൈവത്തിന്റെ സ്നേഹത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ചും കൊണ്ടിരുന്നാലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല. സ്തോത്രം. നാം കർത്താവിന്റെ സ്നേഹത്തെ അറിയാതെയും കർത്താവിന് വേണ്ടി വാതിൽ തുറക്കാതെയും കർത്താവിനെ അനുസരിക്കാതെയും ഇരുന്നാലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. Despite our ignorance and rejection of the love of God, sometimes despite our continual rebellion, the Lord continues to love us. The Lord continues to love us. He still pursues us. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നാം അറിയാതെയും കർത്താവിന്റെ സ്നേഹത്തെ നിരസിച്ചും ഇരിക്കുമ്പോഴും നമ്മുടെ നിരന്തരമായ മത്സരബുദ്ധികൾക്ക് ശേഷം പോലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല. സ്തോത്രം. അതിനോട് ചേർന്നൊരു കാര്യവും കൂടെ, even after we keep on our door shut unto the Lord, He still continues to stand at the door and knock. ദൈവസ്നേഹത്തിന്റെ മനോഹാരിതകളാണതൊക്കെ കേട്ടോ. നാം കർത്താവിന്റെ വിളിക്കും സ്നേഹത്തിനും മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചാൽ പോലും ഉടനെ നമ്മുടെ വാതിലിൽ നിന്നും മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. പിന്നെയും കുറെ നേരവും കൂടെ, എത്ര നേരമെന്ന് നമുക്കറിയില്ല, അത് വ്യക്തികളോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തവുമായിരിക്കും. എന്നാലും അപ്പോഴും കർത്താവ് വാതിലിൽ നിന്ന്, നമ്മൾ കൊട്ടിയടച്ച വാതിലിൽ നിന്ന് മാറിപ്പോകുന്നില്ല, അപ്പോഴും കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. സ്തോത്രം. മറ്റാരും ചെയ്യാത്ത ഈ മഹത്തരമായ അനുഭവം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ഗോഡ്. കൂടെ വരുന്നുണ്ടല്ലോ? നാം അതാണ് ഇവിടെ കാണുന്നത്. തുടർന്നും ചിലപ്പോൾ നമ്മൾ മടങ്ങി വരും വരെയും നമ്മുടെ കർത്താവ് കാത്തിരിക്കും. അതാണ് മുടിയൻ പുത്രന്റെ ഉപമയിലൂടെയും യേശു കർത്താവ് വെളിപ്പെടുത്തിയത്. എന്തേ? മകൻ പോയി, പക്ഷേ അപ്പനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവൻ എന്നെങ്കിലും തിരികെ വരുന്നു. തിരികെ വരണമെന്ന ആഗ്രഹവും
എപ്പോഴെങ്കിലും അവൻ തിരികെ വരും എന്ന പ്രതീക്ഷയും അപ്പനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൻ നോക്കി നോക്കി ഇരിക്കുമായിരുന്നത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ കേരളത്തിലെ ഒരു ദിനപത്രത്തിൽ വായിച്ചു. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു 17 വയസ്സുള്ള കൗമാരക്കാരനും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനും തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. പക്ഷേ അപ്പനും മകനുമാ, തമ്മിൽ അറിയില്ല. ഈ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ മലയാളം പത്രത്തിൽ വായിച്ചു കാണുമായിരിക്കും. ഒടുവിൽ ഈ കുട്ടിയെ ഏതോ അനാഥാലയത്തിലാക്കി. അവിടെ നിന്നും ഈ കുട്ടി ഒളിച്ചോടി. പിന്നീട് ഈ കുട്ടിയെ കണ്ടുപിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരെയും വരുത്തി. അപ്പനും ഈ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുക. ഈ കുട്ടിയെ കണ്ടിട്ട് ഇത്രയും വർഷമായി, കണ്ടിട്ടില്ല തന്നെ. അങ്ങനെയാണ് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ അന്വേഷണത്തിലാണ് ഇവർ അപ്പനും മകനുമാണെന്ന് മനസ്സിലായത്. പക്ഷെങ്കിൽ പോലീസ് ഇവർ രണ്ടുപേരോടും അത് വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഒരേ കേസിന് പോലീസ് വിളിച്ചു വരുത്തിയ സ്റ്റേഷനിൽ വന്ന അപ്പനും മകനുമാണെന്ന് അറിയാതെ അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇങ്ങനെ സംസാരിച്ചു വന്ന വഴിക്കാണ് ഒടുവിൽ അവർ തമ്മിൽ അപ്പനും മകനുമാണെന്ന് തിരിച്ചറിയുന്നതും ഒക്കെ ഒരു നാടകീയ രംഗം പോലെ അതിങ്ങനെ പോകുന്നു. ഇത്രയും വർഷമായിട്ടും ഈ അപ്പൻ ഈ മകനെ അന്വേഷിച്ച് നടക്കുക. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചായാലും കണ്ടുമുട്ടി. ഈ മുടിയൻ പുത്രന്റെ അപ്പൻ എങ്ങും അന്വേഷിച്ച് പോയില്ലെങ്കിലും താൻ തിരികെ വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്വർഗസ്ഥ പിതാവിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാം. സ്തോത്രം. അത് തന്നെയാണ് നാം ഇവിടെ ലവോദിക്ക സഭയുടെയും അതിനുള്ള ബന്ധത്തിലും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും കാണുന്നത്. സഭ ക്രിസ്തുവിന് നേരെ വാതിൽ അടച്ചു. അറിയാതെയാകാം. ഇപ്പൊ മുട്ടുന്നത് അറിയാതെ അവർ തുറക്കാതിരിക്കുകയാണ്. എങ്കിൽ കൂടെ കർത്താവ് അവിടെ നിന്നും മാറിപ്പോകാം. Christ has no legal liability to continue to knock at their door. He has the right to leave, but still that love and that affection do not permit him to leave. സ്തോത്രം. കർത്താവ് ഒരു പാപിയുടെ, പിന്മാറ്റക്കാരന്റെ മാനസാന്തരത്തിനും മടങ്ങി വരവിനും വേണ്ടി കാത്തിരിക്കുന്നതിന്റെ അതിമനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഉടൻപുത്രന്റെയൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ പിന്മാറ്റക്കാരായ സഭയോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ കാണുന്നത് അത്ര മനോഹരമായ ഒരു ദൃശ്യമാണ്. ഒന്നോർത്ത് നോക്കിക്കേ, നമ്മുടെ കർത്താവും അമ്മയും ഇതുപോലെ എന്തുമാത്രം സഹിച്ചു അല്ലേ? സ്തോത്രം. ഇതുപോലെ നാമും തമ്മിൽ സ്നേഹിക്കേണ്ടതാണ്. പക്ഷേ ഇത്ര വലിയ സ്നേഹം അനുഭവിച്ച നാം
ഇതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. ഇല്ല. ഇത് നമുക്കുള്ള ഒരു പാഠവും കൂടെയാണ്. ദൈവം ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ നാം തമ്മിൽ പാപങ്ങളെ ക്ഷമിക്കേണ്ടതാകുന്നു. സ്തോത്രം. പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ കൈക്കൊണ്ടതുപോലെ നമ്മോട് തെറ്റ് ചെയ്യുന്നവരെയും നമുക്ക് ക്രിസ്തുവിൽ കൈക്കൊള്ളേണ്ടതാണ്. പിതാവായ ദൈവം പുത്രനിൽ നമ്മെ തുടർമാനമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നാമും നല്ലവരല്ലാത്തവരെ പോലും തുടർമാനമായി സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. അതെ, വാട്ട് എ ഗ്രേറ്റ് ആൻഡ് ഡിയർലി ലവ്. നാം അത് അനുഭവിക്കുന്നു. അങ്ങനെ നാം ആ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തോട് കടപ്പാടുള്ളവരായിരിക്കുക. ദൈവത്തിന്, കർത്താവേ, ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നതിന് സ്തോത്രം. 2, അതിന്റെ ബാധ്യത മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ തീർക്കുക. ഞാൻ ഇങ്ങനെ സ്നേഹം കിട്ടിയ ഒരു മണവാട്ടിയാ എങ്കിൽ എൻ്റെ സ്നേഹിതരെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സഭാംഗങ്ങളെ ഒക്കെ ഞാനും ഇതുപോലെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവരെ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യണം. അതിനും ഉള്ള സമർപ്പണം നമുക്കിന്ന് രാത്രി ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രൈസ് ഗാഡ്. എന്തെങ്കിലും വിശദീകരണം ആവശ്യമെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. ഒന്നുമില്ല. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ നാം അറിയാതെയും നിരസിച്ചും പോകുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് നമ്മെ അറിയിക്കുവാൻ വേണ്ടി കർത്താവ് പല വഴികൾ ഒരുക്കുന്നതിൽ ചിലതാണ് ശാസനയും ശിക്ഷയും ഒക്കെ. സ്തോത്രം. അതിനെപ്പറ്റിയും നമ്മൾ പഠിച്ചു എന്നതുകൊണ്ട് ഇനിയും അതിലേക്ക് പോകുന്നില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ മറ്റ് സംശയങ്ങളില്ല എങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ആരെങ്കിലും വല്ലതും ചോദിക്കായിരുന്നോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു നിങ്ങളെ തന്നെ ശോധന ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ശോധന ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഒരു 200 ചില്ലുവാന ദിവസം മുമ്പ് നമ്മൾ ഈ വിഷയം പഠിച്ചിരുന്നു. നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസിന്റെ തൊട്ട് മുമ്പ് 1.5 സെഷൻ നമ്മൾ അത് എടുത്തിരുന്നു.
കർത്താവ് അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. എന്നിട്ട് അതിന്റെ റിസൾട്ടിനെ കുറിച്ചും പൗലോസ് അവിടെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എങ്കിൽ യേശുക്രിസ്തു നിശ്ചയമായും നിങ്ങളിലും. സ്തോത്രം. 2 കൊരിന്ത്യർ അവസാന അധ്യായം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണല്ലോ. ഒന്നും കൂടെ വായിച്ചോളൂ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? സ്തോത്രം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം മുറിയാതെ ഇരിക്കുന്നുവോ എന്നൊക്കെ നാം നമ്മളെ തന്നെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നേരിട്ടുള്ള പരിശോധനയായി പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കുക. നിങ്ങൾ കൊള്ളരുതാത്തവർ ആണോ, കൊള്ളരുതാത്തവർ അല്ലയോ? ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഈ കൊള്ളാവുന്നവരാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്? നമുക്കിന്ന് വളരെ എളുപ്പമാണത്. ദൈവവചനം എഴുതപ്പെട്ടതായി നമ്മുടെ പക്കൽ ഉള്ളതുകൊണ്ട്. ആ ദൈവവചനപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത് എന്നത് ഒന്ന് പരിശോധിച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മൾ പഠിച്ചു വന്ന വിഷയത്തോട് ചേർത്ത് വെച്ച് നോക്കിയാൽ, ഞാൻ ചോദിച്ച ചോദ്യം തന്നെ, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് നമ്മുടെ അപരാധികളോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു ശോധനയാണ്. നമ്മളെ തന്നെ ഇന്ന് പരിശോധിക്കുക. കൊള്ളുന്നവരാണോ, കൊള്ളരുതാത്തവരാണോ, കൊള്ളുന്നവരാണോ എന്ന് ഒരു ചെറിയ ടെസ്റ്റാണ്. ക്രിസ്തുവിൽ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ 3 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞായിരുന്നു. അത് തന്നെ നമുക്കൊന്ന് നോക്കിയാൽ മതി. അതുപോലെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗിക തലത്തിലേക്ക് വരുത്തണം. 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ ഓർക്കുന്നല്ലോ. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മുടെ അപരാധികളോട് നമുക്ക് ക്ഷമിപ്പാൻ കഴിയുന്നുണ്ടോ? 2, ദൈവം ക്രിസ്തുവിൽ നമ്മെ കൈക്കൊണ്ടതുപോലെ നമുക്ക് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നമുക്ക് തിന്മ ചെയ്തവരെ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് സാധിക്കും. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ സ്നേഹിക്കുന്ന ദൈവത്തിനെതിരെ വാതിൽ അടച്ചിട്ടും കർത്താവ് നമ്മുടെ വാതിലിൽ നിന്ന് പോകാതെ പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമുക്ക് സഭയ്ക്കകത്തും പുറത്തും, സ്വന്തം കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ ഉള്ളവരോട്
വാതിൽ അടച്ചാലും നമ്മുടെ സ്നേഹത്തിന്റെ വാതായനം അടയ്ക്കാതെ തുറന്നിട്ട് സൂക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്തോത്രം. ഇപ്പൊ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 3 പരീക്ഷണം, ഒരു പരിശോധന നടത്തിയെന്നേ ഉള്ളൂ. Of course, Mole, we are not perfect, but we are persistently growing to perfection. And therefore, that growth of perfection should be evident in our lives. നമ്മളാരും തികഞ്ഞവരായിട്ടില്ല ഇതുവരെ. പക്ഷേ നാം തികവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിൽ ഇന്നലത്തേക്കാൾ ഈ സ്വഭാവങ്ങൾ എന്നിൽ ഇന്ന് കൂടുതലായിട്ട് ഉണ്ടോ? സ്തോത്രം. അത് നമുക്കൊന്ന് നോക്കാൻ പറ്റുമല്ലോ. പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ഉറപ്പായിട്ടും. യേശുവിനെ പോലെ നാം ആരും ആയിട്ടില്ല, 100% ശരിയാണ്. പക്ഷേ നാം ആ അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാ. ഇന്നലത്തേക്കാൾ, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ ഇന്ന് ഈ വിഷയങ്ങളിൽ, കഴിഞ്ഞ വർഷം ഈ സമയത്തേക്കാൾ ഈ വർഷം ഈ സമയം ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം. അത് നമുക്ക് ശോധന ചെയ്യണം. What about those who do not reciprocate our love, even if we show them love so many times? That is, those who wrong us. Yeah, there are people who won't be reciprocating our love. But still, we don't cease to love them. And wait for a search for an opportunity where we can show. We can show means we can prove our love for them even they don't still reciprocate. ശരിയാണ്, നമ്മൾ ചിലരെ സ്നേഹിക്കുന്നു, പക്ഷെ അവര് നമ്മുടെ സ്നേഹം തിരിച്ചറിയുന്നുമില്ല. യാതൊരു തരത്തിലും അവർ നമ്മളെ തിരിച്ചിട്ട് സ്നേഹിക്കുന്നതുമില്ല. പക്ഷേ നമ്മൾ അപ്പോഴും അവരെ സ്നേഹിക്കുന്നത് നിർത്താതിരിക്കുക. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. 3-4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഒരു പാസ്റ്ററിന്റെ സഭയിൽ നിന്നൊരു വിശ്വാസി ഇവിടെ ഞങ്ങളുടെ അടുത്ത പാസ്റ്ററിനെ ചീത്തയൊക്കെ വിളിച്ച് ഒത്തിരി വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സഭ വിട്ടുപോയി. പക്ഷേ അദ്ദേഹത്തിന് ഒരറിവ് കിട്ടി, ആ കുടുംബം ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അവർക്കൊരു സിലിണ്ടർ ലഭിക്കുന്നില്ല. ഈ പാസ്റ്റർ കേട്ടപാടെ തൻ്റെ വീട്ടിലിരുന്ന ഒരു സിലിണ്ടറുമായിട്ട് ഈ സഭ വിട്ടുപോയ, വഴക്കിട്ട, ചീത്ത വിളിച്ച, ഒത്തിരി വേദനിപ്പിച്ച അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. ഇത് കണ്ട വേറൊരു പാസ്റ്റർ ചോദിച്ചത്,
എന്ത് പരിപാടിയെ കാണിച്ചേ? അവരല്ലേ നിങ്ങളെ ചീത്തേക്ക് വിളിച്ചിട്ട് പോയെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്, അതിന് ഞാനെന്ത് വേണം? എനിക്ക് അവരോട് പിണക്കമില്ലെന്നും ഇപ്പോഴും എനിക്ക് അവരോട് സ്നേഹമാണെന്നും എനിക്ക് തെളിയിക്കാൻ കിട്ടിയ ഒരവസരം ഞാനത് ഉപയോഗിച്ചെന്ന് മാത്രം. അപ്പോൾ നമ്മളെ തുടർമാനമായി ദ്വേഷിക്കുന്നവരെയും നമ്മൾ തുടർമാനമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുക. താങ്ക് യു. സ്തോത്രം. അപ്പോൾ ഈ നിലകളിൽ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ കർത്താവ് നമ്മോട് പറയുന്നത്, ക്ലിയർ മോളെ? കർത്താവ് നമ്മോട് പറയുന്നത് എന്തുമാത്രം നമുക്ക് അനുസരിപ്പാൻ സാധിക്കുന്നുണ്ട്. നാം കർത്താവിൻ്റെ ഉപദേശങ്ങളോടും ജീവിതത്തോടും എത്രമാത്രം താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് എമ്മാത്രം കഴിയുന്നുണ്ടെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമ്മൾ ആത്മീയമായി മരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ആത്മാർത്ഥതയോടെ. എന്നാൽ ചിലരുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞ് കോളർ പിടിച്ച് തല ഉയർത്തി നെഞ്ചു വിരിച്ച് നടക്കുന്നവർ. അവരെ വിട്ടേരെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തികഞ്ഞ ആത്മാർത്ഥതയോടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തന്നതും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരവും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തലാണ് ഇവിടെ അത്യന്താപേക്ഷിതം. ആത്മാർത്ഥമായി നാം ചെയ്യുന്നെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. വേറെ ആരും നമ്മളെ വിവേചിക്കേണ്ടതായിട്ടും വരില്ല. ആത്മീയന്റെ ലക്ഷണമായിട്ട് പൗലോസ് പറയുന്നതാണല്ലോ. നമ്മൾ അതും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചിന്തിച്ചതാ, 1 കൊരിന്ത്യർ 2:15 നിന്ന്. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല താനും. നമ്മൾ ആത്മീയരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പരിശോധന നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും. If we are still alive in the spirit, we will continue to test ourselves whether we are in the faith or not, whether we are connected to the Lord or not. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മൾ ട്രെയിനിലൊക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ട്രെയിൻ കുറെ മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറെ കിലോമീറ്ററുകൾ ഓടിയിട്ട് ചില മെയിൻ ജംഗ്ഷൻസിലെത്തി 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് ഉണ്ട്. എന്തിനു വേണ്ടിയാ? മെക്കാനിക്കൽ ടീമുണ്ട്, അവരെ ട്രെയിൻ മുഴുവനും പരിശോധിക്കും. അതിൻ്റെ വീൽ ഉൾപ്പെടെ ബ്രേക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ ഇവിടെ നിന്ന് നമ്മുടെ ജോൺസൺ പാസ്റ്ററുടെ
സ്ഥലത്തേക്ക് 2-3 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയുണ്ട്. ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഘാട്ടുണ്ട്, ഒരു മല കയറി വേണം പോകാൻ. അതിന്റെ തുടക്കത്തിൽ എല്ലാ ട്രെയിനുകളും നിർത്തി പരിശോധന നടത്തി തിരിച്ചു വരുമ്പോഴും ബ്രേക്ക് ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എക്സ്ട്രാ 2 എഞ്ചിൻ അതിൽ ഘടിപ്പിച്ചൊക്കെയാ പോകുന്നത്. നമ്മളൊക്കെ വാഹനം ഓടിച്ചു പോകാറുണ്ട്, 2 വീലറോ 4 വീലറോ ഒക്കെ. അല്പം ദൂരയാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നിർത്തും, വണ്ടി ഒന്ന് തണുക്കാനും ടയറൊക്കെ ഒന്ന് തണുക്കാനും ഒക്കെയാ. പ്രത്യേകിച്ച് ചൂടുകാലത്താണ് പോകുന്നതെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഓടിയിട്ട് വണ്ടി നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് നോക്കും, ടയറിൽ വരെ തൊട്ട് നോക്കും എങ്ങനെയുണ്ട് ടയറിന്റെ ചൂട്. പരിശോധന നടത്തും, ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തും. ഇതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ എല്ലാ സമയത്തും നമ്മൾ ശോധന ഈ നിലയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ചു പറയുന്നു, ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തന്ന ഉപദേശങ്ങൾ അനുസരിക്കാനും ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻപറ്റുവാനും എമ്മാത്രം നമുക്ക് കഴിയുന്നുണ്ട്. നമ്മളതിൽ പൂർണ്ണത ഇതുവരെ കൈവരിച്ചിട്ടില്ല. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇന്നലെയേക്കാൾ വളരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. ഒരുപക്ഷെ ഇപ്പോൾ ബാബു അങ്കിൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു ചെയ്തു, ഞാന് തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും എൻ്റെ മനസ്സിൽ അതേക്കുറിച്ച് എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, അത് ഞാൻ വളരെ കുറിക്കൊള്ളണം. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാനൊരു സ്ഥലത്ത് നിന്ന്, ഒരു സഭയിൽ നിന്ന് സ്ഥലം മാറി. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ചിലരെന്നെ അവിടെ വേദനിപ്പിച്ചു. അവിടെ നിന്ന് മാറിപ്പോയി. തൊട്ടടുത്ത മാസം തന്നെ ഞാനും മറ്റൊരു സ്ഥലത്ത് എന്നെ ക്ഷണിച്ചതനുസരിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി പോയി. പകല് മീറ്റിംഗ് ഇല്ല, രാത്രി മാത്രമേ ഉള്ളൂ മീറ്റിംഗ്. പകല് അവരെന്നെ പാർപ്പിച്ചിരിക്കുന്ന വീട്ടിൽ ഭക്ഷണ സമയം ഒഴികെ പ്രാർത്ഥനയിലും ബൈബിൾ പഠനത്തിലും സമയം ചിലവഴിക്കുന്നു. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ബൈബിള് വൈകിട്ടത്തേക്കുള്ള ലെസൺസ് തയ്യാറാക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ശക്തമായ സംഘർഷം. ആ സഭയിൽ ഇന്നതുപോലെയൊക്കെ അവർ പറഞ്ഞപ്പോ ഇന്നതുപോലെയും കൂടെയൊക്കെ എനിക്ക് പറയേണ്ടതായിരുന്നു. എനിക്കൊരു ചാൻസും കൂടെ അവിടെ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കെങ്കിലും നിയമനം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇന്നതുപോലെയും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു പിടിപ്പിച്ചിട്ടൊക്കെ പോരായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരിത്, നീ മണ്ടനാടാ, നീ അവിടെ ഇന്നതുപോലെയൊക്കെ പറയേണ്ടതല്ലായിരുന്നു, ഇപ്പോഴാണോ നിനക്ക് ബുദ്ധി ഉദിക്കുന്നത് എന്നൊക്കെ ഭയങ്കര സംഘർഷം. എനിക്കിപ്പം പറയാൻ ഒക്കുന്നില്ല, അത്രമാത്രം സംഘർഷം. എത്ര സമയം അങ്ങനെ പോയിന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇത് എത്തുന്നത് എന്ന് ഞാൻ ഒരു നിമിഷം തിരിച്ചറിഞ്ഞു. ഞാന് അവിടെ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ക്രിസ്തീയമായ പ്രതികരണമല്ല, തികച്ചും മാനുഷികമാണ്. എന്നിലെ ജഡമാണ് ഈ ഉയർന്നത്. വേണ്ട, എന്നിൽ നിന്ന് ഇത് മാറ്റണേ. ക്രിസ്തീയ സ്വഭാവം, യേശുവിന്റെ സ്വഭാവം അങ്ങനെ എന്നിലേക്ക് തരണേ.
ആ വ്യക്തിയോട് മനഃപൂർവ്വം, ആ വ്യക്തികളോട് മനഃപൂർവ്വം ക്ഷമിക്കുവാൻ എനിക്ക് കൃപ തരണേന്ന് കുറേയേറെ നേരം എനിക്ക് ദൈവസന്നിധിയിൽ ഉള്ളു ഉരുകി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ടി വന്നു. സത്യം പറയട്ടെ, അന്ന് അത് എൻ്റെ മനസ്സിൽ നിന്നും മാറിയതാ. ഓർമ്മയുണ്ട്, പക്ഷേ യാതൊരു തരത്തിലും ദൈവികമല്ലാത്ത ഒരു വികാരം ആ വിഷയത്തിൽ എന്നിൽ ഉണ്ടാകാറില്ല. അപ്പൊ നമുക്ക് ഈ നിലയിൽ നമ്മുടെ ആക്ഷൻസ്, പ്രവൃത്തികളെ മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പ്രതികരണങ്ങളെയും, റെസ്പോൺസസ് ആൻഡ് റിയാക്ഷൻസ്, നമ്മുടെ പ്രതികരണങ്ങളെയും നമ്മുടെ പ്രതിക്രിയകളെയും ഒക്കെ ഒന്ന് വിലയിരുത്തണം. അതെല്ലാം ക്രിസ്തു പഠിപ്പിച്ചതിനും ക്രിസ്തു കാണിച്ച മാതൃകയ്ക്കും ഒത്തതാണോ എന്ന ഒരു സത്യസന്ധമായ വിലയിരുത്തൽ. വേറെ ആരോടും പറയാനോ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമല്ല. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അങ്ങനെ തന്നെ തന്നെ പരിശോധിക്കുന്നവനായിരിക്കും. നമ്മുടെ മനസാക്ഷി ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കാം. Our conscience can deceive us sometimes, because our conscience is not the ultimate mandate to test ourselves, but the word and God. That's why Paul said that in 1 Corinthians 4 and 5. നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള 1 കൊരിന്ത്യർ 4:4-5 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്ന് വിധിക്കുന്നത് കർത്താവാകുന്നു. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അതുകൊണ്ട് എന്നെ വിധിക്കുന്നത് കർത്താവായതുകൊണ്ട് എൻ്റെ മനസാക്ഷി വെച്ച് ഞാൻ ക്ലിയർ ആണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ശോധന ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, പൗലോസ് പറഞ്ഞതുപോലെ കൊള്ളരുതാത്തവരാണോ അല്ലയോ? കൊള്ളരുതാത്തവരല്ലെങ്കിൽ യേശുക്രിസ്തു നിശ്ചയമായി നിങ്ങളിലുണ്ട്, നമ്മളിലുണ്ട്, സഭയിലുണ്ട്, വ്യക്തിപരമായി നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അത് നമ്മൾ ഉറപ്പാക്കിക്കോണം. അതിനാണ് ഈ സ്റ്റോക്ക് ചെക്കിങ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചിലരൊക്കെ പറയാറും ഒക്കെ ഉള്ളത്. അത് നമ്മള് ഡിസംബർ 31-ാം തീയതിക്ക് വെച്ചിരിക്കുക, അല്ലെങ്കിൽ തിരുവത്താഴുള്ളപ്പോഴത്തേക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുക. അരുത്. ഓരോ നിമിഷവും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. സ്തോത്രം. മറ്റെന്തെങ്കിലും? എങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാൻ, കർത്താവിന്റെ സ്നേഹത്തെ തള്ളിക്കളയാതെ, അതിനോട് മുഖം തിരിക്കാതെ, കർത്താവിന്റെ സ്നേഹത്തെ സ്വീകരിച്ചും അവന്റെ സ്നേഹത്തിൽ വസിച്ചും കൊണ്ട് ആ സ്വഭാവം ഉള്ളവരായിരിക്കാൻ കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങുവാനും ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.